CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്ത് DYFI മലപ്പുറം നടുവത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു. നടുവത്ത് അങ്ങാടിയിൽ 100ഓളം ബിരിയാണി പൊതികളാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ നിലമ്പൂർ മേഖലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് C പ്രവീൺ കുമാർ പതാക ഉയർത്തി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. 5 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും LDFന് ലഭിച്ചപ്പോൾ 1 സ്ഥിരം സമിതി UDFന് ലഭിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലും വിവിധ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. തിരഞ്ഞെടുക്കപ്പെട്ട 3 അധ്യക്ഷ സ്ഥാനങ്ങളും മുസ്ലിം ലീഗ് പ്രതിനിധികൾ സ്വന്തമാക്കി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറുമായി കൂട്ടിയിടിച്ച ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഇലക്ട്രിക് പോസ്റ്റ് തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചുനേരം ഗതാഗത തടസ്സമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCN ചെർപ്പുളശ്ശേരി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ നിലമ്പൂർ മേഖലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് C പ്രവീൺ കുമാർ പതാക ഉയർത്തി. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, ഭാരത് പതാകെ പറക്ക് പതാകെ, ഭാരത് പതാകെ പറക്ക് പതാകെ, വാനിലുയർന്ന് പറക്ക് പതാകെ, വാനിലുയർന്ന് പറക്ക് പതാകെ, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA 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 സിന്ദാബാദ്, COA 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 സിന്ദാബാദ്. രാവിലെ രജിസ്ട്രേഷൻ നടന്നു. ചെർപ്പുളശ്ശേരി VDCN കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ K രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് C പ്രവീൺ കുമാർ അധ്യക്ഷനായി. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ എവിടെയില്ലാത്ത രീതിയിലേക്കുള്ള കേരളത്തിൽ മാത്രം കേരളത്തിൽ ഇങ്ങനെ സംഘടനകളോട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ സിഗ്നൽ റേഞ്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസിക് പ്രീമിയം പാക്കേജിന്റെയും എക്കണോമിക് പാക്കേജിന്റെയും ഓപ്പറേറ്റർ റേറ്റ്. പക്ഷേ അവിടെ അതല്ല. അവിടെ ഇപ്പോൾ നമ്മുടെ എക്കണോമി പോലുള്ള റേറ്റുകൾക്ക് 150 രൂപയാണ് ഓപ്പറേറ്റർ എടുത്ത് വാങ്ങിക്കുന്നത്. പക്ഷെ അവിടെ ആ 150 രൂപ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ചിലവുണ്ട്. സ്വാഭാവികമായും ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ ഉള്ള നമ്മളാണ് മെജോറിറ്റി. നമുക്ക് ബാർഗനിങ് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സുമായി കൃത്യമായി ബാർഗനിങ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് നൽകാൻ പറ്റുന്നത്. ദേവൻ അനുശോചന പ്രമേയവും അനുരാജ് ഉണ്ണികൃഷ്ണൻ മേഖലാ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K സാജിദ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും മറുപടിയും നടന്നു. ഗോപിനാഥൻ, മുസ്തഫ എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മേഖലാ കൺവീനറായി K രാമചന്ദ്രനെയും നിലമ്പൂർ മേഖലാ കൺവീനറായി ദേവനെയും തിരഞ്ഞെടുത്തു. CCN ചെർപ്പുളശ്ശേരി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്ത് DYFI മലപ്പുറം നടുവത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു. നടുവത്ത് അങ്ങാടിയിൽ 100ഓളം ബിരിയാണി പൊതികളാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ നടത്തുന്ന പൊതിച്ചോർ വിതരണ പദ്ധതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അനാശാസ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എംഎൽഎയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിരിയാണി വിതരണം സംഘടിപ്പിച്ചത്.
വയറെരിയാനുള്ള മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്നുള്ള പദ്ധതിയെ അനാശ്വാസത്തിന്റെ മറവിൽ അപമാനിച്ച രാഹുൽ മാങ്കുട്ടം MLA-ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത്. നടുവത്ത് ഡിവൈഎഫ്ഐയും CPM-ന്റെ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ജനസമൂഹവും ഉള്ള ആ പ്രതിഷേധത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ ഡിവൈഎഫ്ഐ അപമാനിച്ച് അയാൾ തന്നെ അനാശ്വാസ പ്രവർത്തനത്തിൽ കുടുങ്ങിയതിനുള്ള ആ ജയിലിലടച്ച കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു ഹൃദയപൂർവ്വം പരിപാടിയെ അപമാനിച്ച MLA-ക്കെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് 100 ബിരിയാണി ഞങ്ങൾ നടുവത്ത് ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റിയും CPM-ഉം നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. CPIM പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി അംഗം KP ഭാസ്കരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. K പ്രവീൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ V ലുക്മാൻ, T വേലായുധൻ, N രാജേഷ് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. 5 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും LDF-ന് ലഭിച്ചപ്പോൾ ഒരു സ്ഥിരം സമിതി UDF-ന് ലഭിച്ചു. ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി വൈസ് ചെയർമാൻ C ജയകൃഷ്ണനെയും പൊതുമരാമത്ത് സമിതി അധ്യക്ഷനായി CPM-ലെ VP സമീജിനെയും തിരഞ്ഞെടുത്തു. CPM-ലെ MR രാജേഷാണ് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ. വികസനകാര്യ സമിതി അധ്യക്ഷയായി CPM-ലെ V അനിതയെയും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയായി CPI-ലെ U രേഷ്മയെയും തിരഞ്ഞെടുത്തു. അതേസമയം വിദ്യാഭ്യാസ കലാകായിക സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം ഭരണകക്ഷിയായ LDF-ന് നഷ്ടമായി. ഈ സമിതിയുടെ അധ്യക്ഷയായി UDF-ലെ ശ്രീലജ വാഴക്കുന്നത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണപക്ഷമായ LDF-ന് മതിയായ അംഗങ്ങൾ ഇല്ലാത്തതിനാലാണ് ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം UDF-ന് ലഭിച്ചത്. CCN ചെർപ്പുളശ്ശേരി. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ തങ്കയത്തിലിന് സ്വീകരണം നൽകി. നമ്മുടെ ഭാഗത്തെ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ നമ്മൾ കയറി ചെന്നേ പറ്റൂ. നിഷ്കളങ്കമായി നമ്മൾ പറയാ, എന്തിനാ നമുക്ക് അധികാരം, നമുക്ക് ദൈവത്തിന്റെ പ്രീതി പോലെ എന്നൊക്കെയാണ് പലരും ചോദിക്കുക. നമുക്കത് വേണം. ഒപ്പം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ചു വരികയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കുന്നതിലും വളരെ അനിവാര്യമാണ് രാജ്യത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവുക എന്നത്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EA ഹനീഫ, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CITU മലപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് തൊഴിലാളികളാണ് മാർച്ചിൽ അണിനിരന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ 4 പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. രാവിലെ 10 മണിക്ക് മലപ്പുറം കുന്നുമ്മൽ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ നയവുമായിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. പ്രധാനമായും 3 മേഖലയിൽ കൂടിയാണ് ആ കോർപ്പറേറ്റുകൾ താല്പര്യം സംരക്ഷിക്കുന്നത്. ഒന്ന്, രാജ്യത്തിന്റെ സമ്പത്താകെ തന്നെ പൊതുമുതലാകെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വിമാനത്താവളങ്ങൾ, നമ്മുടെ പോർട്ടുകൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ, നമ്മുടെ പൊതു സ്ഥലങ്ങൾ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. CITU ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PP സക്കറിയ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം P പത്മജ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. തിരഞ്ഞെടുക്കപ്പെട്ട 3 അധ്യക്ഷ സ്ഥാനങ്ങളും മുസ്ലിം ലീഗ് പ്രതിനിധികൾ സ്വന്തമാക്കി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.
വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി KP ഹസീനയെയും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി TK നവാസിനെയും തിരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി AV സിനിയാണ് ചുമതലയേറ്റത്. അതേസമയം ഭരണസമിതിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിന് ഒരു അധ്യക്ഷ സ്ഥാനം പോലും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. മുസ്ലിം ലീഗിലെ 15 അംഗങ്ങളും 2 LDF അംഗങ്ങളും തിരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുത്തു. ഭരണകക്ഷികൾക്കിടയിലെ ഭിന്നത വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന ചർച്ചകൾക്കും ഈ സംഭവം തുടക്കമിട്ടിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. അന്താരാഷ്ട്ര അറബിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പെരിന്തൽമണ്ണ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലിഫ് മാഗസിൻ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. KTF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഹുസൈൻ പാറൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് അൻവർ ഷമീം തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. LP വിഭാഗം മത്സരങ്ങൾ പെരിന്തൽമണ്ണ സെൻട്രൽ LP സ്കൂളിലും UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടന്നത്. ജില്ലാതല മത്സരം ഈ മാസം 13-നും സംസ്ഥാനതല മത്സരം 17-നും നടക്കും. ചടങ്ങിൽ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് PK സിയാദ്, A ഫൈസൽ ഷാനവാസ്, M സുനിൽ, PT ഷെറീഫ, ജസീറ, നസീമ എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ ജനറൽ സെക്രട്ടറി V മുഹമ്മദ് അനസ് സ്വാഗതവും സെക്രട്ടറി V മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. വണ്ടൂർ ഉപജില്ല LP UP വിഭാഗം കായികമേളയ്ക്ക് കാളികാവ് ബസാർ GUP സ്കൂൾ ഗ്രൗണ്ടിൽ ആവേശകരമായ തുടക്കം. കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് രമ രാജൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കായികമേളയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വണ്ടൂർ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാരണം മത്സരം നടക്കാതെ പോയത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ പ്രത്യേകമായി ഈ കായികമേള സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് AEO അറിയിച്ചു. നമ്മുടെ വണ്ടൂർ ഉപജില്ലയുടെ കായികമേള LP അതുപോലെ തന്നെ UP കിഡ്ഡീസ് വിഭാഗത്തിന്റെ മത്സരമാണ് ഇന്നും നാളെയായിട്ട് നടക്കുന്നത്. അതേസമയത്ത് നേരത്തെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലുള്ള എല്ലാ സ്പോർട്സ് അതുപോലെ തന്നെ ഗെയിംസ് എല്ലാം നടത്തി തീർത്തിട്ടുണ്ട്. അന്നത്തെ ഒരു സാഹചര്യം കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ടും അതുപോലെ തന്നെ ജില്ലാ കായികമേള നേരത്തെ ആരംഭിച്ചതുകൊണ്ടും നമ്മുടെ മറ്റു കുട്ടികൾക്ക് മത്സരം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മറ്റു മത്സരങ്ങളൊക്കെ നടത്തി തീർന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു വർഷം എല്ലാ മേളകളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷെ ഈ ഒരു വർഷം നമ്മളൊരു പ്രത്യേകത കൂടിയുണ്ട്. HF4 നേതൃത്വത്തില് പ്രീ പ്രൈമറി അധ്യാപകർ മുതൽ LP UP അധ്യാപകർക്കും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ അംഗീകൃത ബസ് ജീവനക്കാര്, ആയമാര് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 31-ാം തീയതി ഒരു കലോത്സവം കൂടി നമ്മൾ സബ് ജില്ലാ തലത്തില് ഒരു സവിശേഷ പരിപാടിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെയും നാളത്തെയും മത്സരം നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, കല അതുപോലെ തന്നെ വിജ്ഞാനം തുടങ്ങിയവയുടെ കൂടെ തന്നെ കായികമേളയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വലിയ അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് അവരുടെ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച കുട്ടികളായിട്ട് രൂപപ്പെടേണ്ടതുണ്ട്. ഏറ്റവും കായികക്ഷമരായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്
പിന്നെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇന്നും നാളെയുമായിട്ട് മത്സരം നടക്കും. ചടങ്ങിൽ PTA പ്രസിഡന്റ് മഹ്സൂം അധ്യക്ഷത വഹിച്ചു. AEO K പ്രേമാനന്ദ് പതാക ഉയർത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, വാർഡ് മെമ്പർമാരായ N സവാദ്, ഷാഹിന, VP മുജീബ്, P ഹാരിസ്, മെഹ്റുനിസ, സലീന പനനിലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് സംഘ് മഞ്ചേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി AP രാധാകൃഷ്ണൻ നിർവഹിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ജനങ്ങളും സമര പോരാട്ടങ്ങളിലെ നാളുകളിലേക്കാണ്. കേരളം ഒരു വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 ദിവസം കൂടി പിന്നിടുമ്പോൾ കേരളം ഒരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജനസമ്മതി നഷ്ടപ്പെട്ട, ജനപിന്തുണ നഷ്ടപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിരുന്ന കേരള നാട് കള്ളക്കടത്തുകാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ബലാത്സംഗ വീരന്മാരുടെയും ഒക്കെ നാടായി നമ്മുടെ കേരളം മതപ്പതിച്ചു എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഈ കേരളം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികളാണ്. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസബ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 70 വയസ്സു കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് വയോവന്ദൻ കേരളത്തിൽ നടപ്പിലാക്കണമെന്നും ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് K പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ P രാമൻ, താലൂക്ക് സെക്രട്ടറി K ജയറാം, NGO സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് C ബാബുരാജ് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്ത് DYFI മലപ്പുറം നടുവത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു. നടുവത്ത് അങ്ങാടിയിൽ 100ഓളം ബിരിയാണി പൊതികളാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ നിലമ്പൂർ മേഖലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് C പ്രവീൺ കുമാർ പതാക ഉയർത്തി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. 5 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും LDFന് ലഭിച്ചപ്പോൾ 1 സ്ഥിരം സമിതി UDFന് ലഭിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലും വിവിധ സ്ഥിരം സമിതികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. തിരഞ്ഞെടുക്കപ്പെട്ട 3 അധ്യക്ഷ സ്ഥാനങ്ങളും മുസ്ലിം ലീഗ് പ്രതിനിധികൾ സ്വന്തമാക്കി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.